അനിൽകുമാർ, ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞതിനെ മറികടന്ന് ഒരു നീക്കമുണ്ടായിരിക്കുന്നു. പട്ടികയിൽ പേർ ഉൾപ്പെട്ടിരിക്കുന്നു 3 പേരുടേതും. മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ടി കെ രജീഷ്. ഇത് തികച്ചും യാദൃശ്ചികമാണോ? ബഹുമാനപ്പെട്ട സുജാത പാർവതി പറഞ്ഞതിൽ ഒരു ചെറിയ പിശകുണ്ട്. അതായത് ആ കോടതി ഉത്തരവിനെ ആരും മറികടന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ധാരണയിൽ ഒരു കാര്യം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു പ്രതിയെ ഒരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഏത് കോടതിയാണോ ആ കോടതി വാറന്റോടുകൂടി ആ പ്രതിയെ ജയിലിലേക്ക് അയക്കും. ആ ജയിലിലേക്ക് അയക്കുന്നത് ആ കോടതി ഉത്തരവ് പ്രകാരം ഇത്രയും കാലം ഇയാളെ ജയിലിലിടണമെന്ന കാര്യത്തിൽ മാത്രമാണ്. അതിന്റെ അപ്പീലും അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയുമെല്ലാം വിചാരണ കോടതിക്കാണ് അയച്ചു കിട്ടുക. ആ വിചാരണ കോടതിയാണ് തുടർന്നുള്ള കാര്യങ്ങളിൽ ആവശ്യമായ ഭേദഗതികളുണ്ടെങ്കിൽ അത് ജയിലധികാരികളെ അറിയിക്കുക. ജയിലുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ശിക്ഷയിളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കണക്കെടുപ്പ് നടത്തി അർഹതപ്പെട്ടവരുടെ പട്ടിക മുകളിലേക്ക് സമർപ്പിക്കാറുണ്ട്. ആ സമർപ്പിക്കുന്ന കേസിനകത്ത് ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളല്ലാതെ ഇവിടെ പറഞ്ഞ പോലെ ടി പി കേസ് അല്ലാത്ത കേസ്, രാഷ്ട്രീയ കേസ്, അല്ലെങ്കിൽ സദാചാര കൊലക്കേസ്, അല്ലെങ്കിൽ കുടുംബത്തിലെ കേസ്, ഇങ്ങനെ ഒരു കേസും പ്രത്യേകതയില്ല. 302 എല്ലാവർക്കും 302 ശിക്ഷാ നിയമം എല്ലാവർക്കും ജാതിമത ഭേദമില്ലാതെ, രാഷ്ട്രീയമതം ഇല്ലാതെയാണ്. അതിൽ അവകാശപ്പെട്ടതാണോ എന്ന കാര്യത്തിനകത്ത് ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശക സമിതിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. അവർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രാഥമിക ഘട്ടത്തിലാണ്. അത് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട വേദികളിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട സുജിയ ചൂണ്ടിക്കാണിച്ച കൃത്യമായ സുപ്രീം കോടതി വിധി, ഹൈക്കോടതി വിധി അവിടെ കാണും. അത് പരിശോധിക്കുന്ന അധികാരികൾ അതിനെ മറികടന്നെങ്കിൽ മറികടന്നു എന്ന് തന്നെ പറയണം. മറികടക്കില്ല എന്നാണ് CPM-ന്റെ ബോധ്യം. TP കേസ് എന്നല്ല, ഒരു കേസിലും നിയമപരമായ ഒരു കാര്യത്തെ മറികടക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. തീർച്ചയായും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അങ്ങ് പറഞ്ഞത് ഞാൻ ആ ബഹുമാനത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളുന്നു. അങ്ങനെ സുജയ എന്ന് വിളിച്ചാൽ മതി, ബഹുമാനപ്പെട്ട സുജയ എന്ന് വിളിക്കേണ്ട. അങ്ങ് എപ്പോഴും എന്നോട് ബഹുമാനത്തോട് തന്നെയാണ് ഇടപെടാറുള്ളത്, പരസ്പര ബഹുമാനത്തോടെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അതിൽ നമുക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണല്ലോ. അതിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കെ രമ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ ഗവർണറെയും അതുപോലെ തന്നെ കോടതിയെയും ഒക്കെ സമീപിക്കാൻ പോകുന്നത് അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെ അത് വൈകാരികമായി തന്നെ അവർക്ക് എടുക്കേണ്ടതുണ്ട്, നിയമപരമായി നേരിടേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഒരു ഹൈക്കോടതി വിധി നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ 3 പേരുടെ പേര് 56 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ രാഷ്ട്രീയമുണ്ടോ എന്നൊരു ചോദ്യം അത് ആരായാലും ഉയർത്തില്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അതെ, അത് ഉയർത്താൻ അവകാശമുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ TP കേസ് കൊണ്ടായിട്ട് കാലം കുറയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് CPM-നെ തുടർച്ചയായിട്ട് ആക്രമിക്കുകയാണല്ലോ. അപ്പൊ അതിൽ ഏത് വിഷയം കിട്ടിയാലും TP കേസിന്റെ അറ്റത്ത് പിടിച്ചിട്ട് CPM-നെ ആക്രമിക്കുക എന്നുള്ളത് ഒരു ഗ്രഹാതുരത്വം ഉയർത്തുന്ന പഴയ ഓർമ്മകൾ ഉദ്ദീപിക്കുന്ന പോലെ തിരിച്ച് മറുവശത്ത് CPM-നെതിരായ വികാരം ഉണർത്താൻ പലരും ഉദ്ദീപിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലർക്കും പരോൾ കിട്ടി. തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ 3 മാസക്കാലം ആർക്കും പരോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ പരോൾ ഡ്യൂ ആയവർക്കെല്ലാം ഒരുമിച്ച് പരോൾ കിട്ടും. ഇപ്പൊ കോഴിക്കോട് സദാചാര കൊലക്കേസിലെ 8 പ്രതികൾ ഒരുമിച്ച് പുറത്തുപോയി. അവർ വിനോദയാത്ര പോയി. അപ്പൊ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ സദാചാര കൊലക്കേസിലെ പ്രതികളെ പിണറായി വിജയൻ പരോളിനയച്ച് അവർ വിനോദയാത്ര നടത്തുന്നു, കല്യാണം കൂടുന്നു. ഈ കേസിലെ പ്രതികളും പരോളിൽ പുറത്തുപോയി. അവർക്ക് അർഹതപ്പെട്ട പരോളാണ്. അവർ ഒരുമിച്ച് പോകാനിടയായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡ്യൂ ആയിരുന്നു. അവർക്ക് പോകാൻ ഓരോരുത്തർക്കായിട്ട് പല കാലത്ത് പോകാൻ അവകാശമുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആർക്കും പോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരുമിച്ച് ഡ്യൂ ആയി, അവർ ഒരുമിച്ച് പോയി. പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? ഇവരെ യാത്രയാകുന്നതും ഇവരുടെ ഏതെങ്കിലും യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഒന്നും തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല. നിയമാനുസരണം പരോള് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്, അവർ ഒരുമിച്ച് വിട്ട് പിണറായി സർക്കാരാണ് എന്ന ആഖ്യാനമുള്ള വാർത്തകൾ ഇവിടെ നമ്മൾ കേട്ടതാണ്. അതിൽ സത്യമുണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവർ കൊന്നതാരെയാണ്? TP ചന്ദ്രശേഖരനെയാണ്. TP ചന്ദ്രശേഖരൻ ആരാണ്? TP ചന്ദ്രശേഖരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളാണ്, പാർട്ടിക്കെതിരെ പറഞ്ഞ ആളാണ്. അങ്ങനെ കൃത്യമായി എങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് കോടതി വിധിയിൽ അടക്കമുള്ളതാണല്ലോ, നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. ഇപ്പോൾ ആ കൊലക്കേസിലെ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ അവരുടെ പേര് വരുമ്പോൾ അതൊരു രാഷ്ട്രീയം അതിലില്ലേ എന്ന് സംശയിക്കാതിരുന്നാലേ അതിൽ ഒരു അത്ഭുതം തോന്നുകയുള്ളൂ. അതിൽ സംശയം ന്യായമായും ഉണ്ടാകും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അല്ല, സംശയങ്ങൾക്ക് ഒരു തെറ്റുമില്ല. പ്രശ്നം എന്താണ്? സുജിയ പറഞ്ഞ പോലെ ഇത് മറികടന്നു. സുജിയ ഇപ്പൊ ഇന്ന് ഈ ചർച്ചയിൽ അവതരിപ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചതിൽ സർക്കാർ ഇത് മറികടന്നു, ഹൈക്കോടതി ഇത് മറികടന്നു എന്നത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. പക്ഷെ സത്യം എന്താണ്? മറികടന്നിട്ടില്ല, മറികടക്കുകയുമില്ല.
ഇവിടെ ശ്രുതി ഓർമ്മിപ്പിച്ച ഹൈക്കോടതി വിധിയിലെ ഒരു ഭാഗം എന്താണ്? അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ DYSP അയാൾ വിചാരണ നേരിടണം. വിചാരണ നേരിടേണ്ടത് CPM കണ്ണൂർ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി B മോഹന മാസ്റ്ററുടെ പേരിൽ വ്യാജ ഗൂഢാലോചന കേസുണ്ടാക്കാൻ വ്യാജമായ രേഖയുണ്ടാക്കിയതിന് DYSP വിചാരണ നേരിടുന്ന ഇതേ കോടതി വിധിയിലുള്ളതാണ്. നമ്മൾ കേൾക്കിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ആ കേസിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു, അത് കൊലപാതകമാണ്, അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറഞ്ഞത് DGP ജേക്കബ് പുന്നൂസാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ആ രാഷ്ട്രീയ കൊലപാതകം വരുത്താൻ ഈ മോഹനെ അതിലേക്ക് കൂട്ടിച്ചേർത്തു. ആ കേസിനകത്ത് DYSP വിചാരണ നേരിടണം വ്യാജരേഖ ഉണ്ടാക്കിയതിന്. അതും ആ കേസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ചരിത്രപരതയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കേസിലൊരു ഏകപക്ഷീയത CPM-നെതിരായി അത് ആരോപിക്കുന്നുണ്ട്. ആരോപണം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കേസിലും ഉറപ്പുവരുത്തും. തീർച്ചയായും. അഡ്വക്കേറ്റ് അനിൽകുമാർ, സത്യസന്ധമായ നീതിയുക്തമായ ഒരു കാര്യം ഉണ്ടാകും. ഇതിൽ 3 പേരുടെ പേര് ഈ 56 അംഗ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താതിരിക്കാൻ മറുഭാഗത്ത് ഒരു ഹൈക്കോടതി വിധി ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട് എന്നതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക്